ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കില്ല. പുതുവത്സര റാലി ജനുവരി 2 മാറ്റി. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കേണ്ടതില്ല എന്ന് ജില്ലാ കളക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാർണിവൽ കമ്മിറ്റി തീരുമാനിച്ചു. അതേസമയം ഗാല ഡി കൊച്ചി വെളി മൈതാനത്ത് നിശ്ചയിച്ചിട്ടുള്ള പരിപാടികളിൽ മാറ്റമില്ല. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ദുഃഖാചരണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ക്രമീകരണങ്ങൾ. ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി നിയന്ത്രണമുള്ള പരേഡ് ഗ്രൗണ്ടിലെ പുതുവത്സരാഘോഷങ്ങൾ പൂർണ്ണമായി മാറ്റിവെച്ചു. ഇക്കുറി ആഘോഷങ്ങൾ 7.5 ഏക്കർ വരുന്ന വെളി മൈതാനത്തായിരിക്കും. വിപുലമായ ക്രമീകരണങ്ങളാണ് പുതുവത്സരത്തിന് ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. അഗ്നിസുരക്ഷാ സേന, വൈദ്യസഹായം, പോലീസ് നിരീക്ഷണം ഉൾപ്പെടെ സജ്ജീകരിക്കും. സുരക്ഷയുടെ ഭാഗമായി 40-ലധികം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുന്നുണ്ട്. വിദേശികൾക്ക് പ്രത്യേകമായി പവലിയനും ഒരുക്കും. കൂടാതെ പോലീസും ക്രമീകരണങ്ങൾ വിലയിരുത്തും. ബഹുമാനപ്പെട്ട കോടതി നമ്മളോട് ചില ഡയറക്ഷൻസുകൾ നമുക്ക് അനുമതി തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡയറക്ഷൻസ് എന്തായാലും 100% നമ്മൾ ഏകദേശം 90% പാലിക്കും. ഇന്നത്തോടെ 100%ആകും. 42ഓളം ക്യാമറകൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും വെച്ച് തുടർന്ന് അതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത് നിൽക്കുന്നുണ്ട്. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കില്ലെന്ന് കാർണിവൽ കമ്മിറ്റി തീരുമാനിച്ചു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുള്ള റാലി ജനുവരി 2 നടത്തും. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനം. ന്യൂസ് 18 കൊച്ചി.